പറഞ്ഞു, ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. വിശാഖപട്ടണത്ത് വെച്ച് നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നു. പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. भारत दुनिया के लिए हीलिंग का बेस्ट डेस्टिनेशन बन रहा है। योग की इसमें भी बड़ी भूमिका है। मुझे खुशी है कि योग के लिए कॉमन योगा प्रोटोकॉल बनाया गया है। योगा सर्टिफिकेशन बोर्ड के 6.5 लाख से अधिक ट्रेन वॉलेंटियर्स, करीब 130 मान्यता प्राप्त संस्थान और मेडिकल कॉलेजों में 10 दिन का योग मॉड्यूल्स, ऐसे अनेक प्रयास एक होलिस्टिक इकोसिस्टम तैयार कर रहे हैं। देश भर में हमारे जो आयुष्मान आरोग्य मंदिर है, वहां ट्रेन योग टीचर तैनात किए जा रहे हैं। दुनिया भर के लोगों को भारत के इस वेलनेस इकोसिस्टम का फायदा मिले, इसलिए विशेष आयुष वीजा दिए जा रहे हैं। साथियों, आज योग दिवस पर मैं ओबेसिटी की तरफ भी फिर से सभी का ध्यान आकर्षित करना चाहूंगा। बढ़ती ओबेसिटी पूरी दुनिया के लिए एक बड़ा चैलेंज है। मैंने मन की बात कार्यक्रम में भी इस पर विस्तार से चर्चा की थी। इसके लिए अपने खान पान में 10% ऑयल कम करने का चैलेंज भी शुरू किया था। അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. കെ.ബി. ശ്രീധരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. യോഗാ ദിനത്തോടനുബന്ധിച്ച് എന്തൊക്കെ പരിപാടികളാണ് വിശാഖപട്ടണത്ത് തീരുമാനിച്ചിട്ടുള്ളത്? എങ്ങനെയാണ് പുരോഗമിക്കുന്നത് യോഗാ ദിനം? മോത്തി, ഗുഡ് മോർണിംഗ്. ഏതായാലും ഒരു ദശകം പിന്നിടുകയാണ് ഈ യോഗാ ദിനം. അന്താരാഷ്ട്ര തലത്തിൽ യോഗാ ദിനം ആചരിച്ച് തുടങ്ങിയിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ സ്ഥാനത്ത് എത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ യോഗാ ദിന ആചരണങ്ങൾ വലിയ തോതിൽ വരുന്നത്. UN-ൽ ഇന്ത്യ ഒരു പ്രമേയമൊക്കെ അവതരിപ്പിച്ച ശേഷം 175ഓളം രാജ്യങ്ങൾ ഈ യോഗാ ദിനത്തെ അംഗീകരിച്ചുകൊണ്ട് അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുന്നു. ഏതായാലും ഇത്തവണ വിശാഖപട്ടണത്ത് കിടക്കുന്ന ഈ യോഗാ ദിന പരിപാടികൾക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതൊരു റെക്കോർഡ് ബ്രേക്കിംഗ് യോഗാസന പരിപാടികളായിരിക്കും എന്നാണ് ഈ പ്രധാനമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതാണ്ട് 3-നും 4-നും ഇടയിൽ, 3 ലക്ഷത്തിനും 4 ലക്ഷത്തിനും ഇടയിൽ ആളുകളാണ് അവിടെ ഇപ്പോൾ യോഗ അഭ്യസിക്കുന്നത് അല്ലെങ്കിൽ യോഗ ചെയ്യുന്നത്, പ്രധാനമന്ത്രിയോടൊപ്പം യോഗ ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ഈവൻ്റായിട്ട് അവിടെ ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് തന്നെയാണ് പ്രധാനമന്ത്രി ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് ലോകം വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു. യുദ്ധവും സംഘർഷങ്ങളും ഒക്കെ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ ഈ പലയിടത്തും നമുക്ക് സമാധാനത്തിലേക്കുള്ള വഴി കാണിക്കാൻ യോഗയ്ക്കാകും എന്നൊക്കെയാണ് പ്രധാനമന്ത്രി പറയുന്നത്. അതായത് ഈ ലോകക്രമത്തിൻ്റെ അതിൻ്റെ ഒരു ബാലൻസിന് വേണ്ടി യോഗ കൊണ്ട് നമുക്ക് കഴിയും. സമാധാനത്തിൻ്റെ വഴി അത് വെട്ടിത്തുറക്കാൻ യോഗയ്ക്ക് സാധിക്കും. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു കാര്യമായി യോഗ ഇന്ന് മാറിയിട്ടുണ്ട്. വലിയ പ്രചാരമാണ് യോഗയ്ക്ക് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകമെമ്പാടും ഈ യോഗ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളാണ് നടക്കുന്നത്. ഇന്ത്യയിലും വിപുലമായ പരിപാടികൾ. അതിനോടനുബന്ധിച്ചാണ് വിശാഖപട്ടണത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന വലിയ ചടങ്ങ് നടക്കുന്നത്. പ്രധാനമന്ത്രി രാജ്യത്തോട് സംസാരിക്കുകയാണ്. ഇപ്പോൾ കെ.ബി. ശ്രീധരനാണ് വിശദാംശങ്ങൾ നൽകിയത്.